ഹലോ ചക്കരകളെ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സുഖങ്ങളൊക്കെ തന്നെ. ഇന്നലെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് പോകുന്നു എൻ്റെ ചക്കരകളെ. ആലപ്പുഴയിൽ പോയി അവിടെ ചെറുപ്പൊക്കെയാണ്. അത് ഞാൻ അങ്ങോട്ട് പോയി വീഡിയോനെ ഇട്ടത് ഇന്നലെ. അവിടെ ചെന്നിട്ട് വീഡിയോ അപ്ലോഡ് ആകുന്നില്ലായിരുന്നു. ഇവിടെ ആകുമ്പോൾ വീഡിയോ അപ്ലോഡ് ആകാത്തതുകൊണ്ട് എനിക്ക് ടെൻഷനായി. കാരണം ഇത് നമ്മുടെ ജീവിതമാർഗ്ഗമായി തീർന്നു. അപ്പോൾ എനിക്ക് പിന്നെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും. ആളുകളാണ് എല്ലാവരും കണ്ടത് എന്താ വീഡിയോ എടുത്തതെന്ന് ഞാൻ വാട്സപ്പിൽ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്നലെ അവിടുന്ന് പോകുന്നു. ഞങ്ങൾക്ക് 2 ദിവസം നിൽക്കണമെന്നൊക്കെ ഓർത്ത് എന്തോ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞാനിങ്ങ് പോകുന്നു. എന്തോ എനിക്കൊരു ഹോം സിക്നെസ് ഉള്ള കൂട്ടത്തില്ല. ഞാൻ തിരിച്ച് വീട്ടിലെത്തണം എന്നൊരു മൈൻഡുണ്ട്. എവിടെ ചെന്നാലും എനിക്ക് ഈ നമ്മൾ നല്ല റെഡിക്ക് ഉപയോഗിക്കുന്ന ബാത്റൂമൊക്കെ അല്ലേ നമ്മുടേത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ വരണമെന്നൊരു മൈൻഡ്. എനിക്ക് ഭയങ്കര അതൊരു വിഷയമാണത്. അതുകൊണ്ട് ഞാൻ പോകുന്ന ചക്കരകളെ. അല്ല മിക്കവർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അല്ല എന്തെങ്കിലും നിങ്ങളിത് കാണിക്കല്ലോ എന്നൊത്ത് വിളിച്ചത്. ഇത് കുറേ കുപ്പിവളയൊക്കെ മേടിച്ച് ഞാൻ. അങ്ങനെ ഇന്നലെ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ ജോബ് ഗ്രൂപ്പിൽ വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വാട്സപ്പിൽ വന്നൊരു മെസ്സേജ്, എൻ്റെ ചക്കരകളെ, നിങ്ങൾ ഒരു ഉപകാരം മനുഷ്യന് ചെയ്യാൻ പാടില്ല. ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ബോവൻ അങ്ങനെ ഗൾഫിൽ പോയി, അങ്ങനെ കുറച്ച് വേക്കൻസി ഒക്കെ ഉള്ളത് നമ്മളത് ഇടുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ചെറിയ ഫീസ് വാങ്ങുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. നിങ്ങളോടെല്ലാം ഞാൻ ചോദിച്ചില്ലേ. അപ്പോൾ നിങ്ങൾ പ്രസിംഗുമാ ജോലി ചെയ്യുന്നതിന് പൈസ വാങ്ങണം. എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു ദിവസം ഒരാൾക്കെങ്കിലും കൗൺസിലിംഗ് എന്നൊരു സംഭവം കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയും കുറച്ച് 1-2 മണിക്കൂർ എനിക്ക് അതിന് പോകും. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യമുണ്ട്. പിന്നെ എനിക്ക് യൂട്യൂബ് പിടിക്കണം, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇത് ഒരു പണിയാണിത്, ചെറിയ കാര്യമൊന്നുമല്ല. ഒരുപാട് ആലോചിച്ചിട്ടാണ്. ചിലപ്പോൾ നമുക്ക് മനസ്സൊക്കെ വിഷമിച്ചിരിക്കുന്നത്, എന്നും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നില്ല. ചില സമയം മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴേ നിങ്ങൾ എന്തിനാണ് എൻ്റെ വീഡിയോ കാണാൻ വരുന്നത്? നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയില്ലേ വീഡിയോ കാണാൻ വരുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ അങ്ങനെ പോസിറ്റീവായി ഇരുത്തുന്നത് കൊണ്ടും നിങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്നതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒരിക്കലും കാണത്തില്ല. പിന്നെ അത് അപ്പോൾ എനിക്ക് ചില സമയമൊന്നും ചിരിക്കാൻ തോന്നാത്ത കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വരും. എങ്കിലും ഞാനതിനെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കുറച്ച് സമയമേ അതെൻ്റെ ഇതിലിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ തള്ളിക്കളയും. അതിലെപ്പം കളഞ്ഞിട്ട് ഞാൻ വീണ്ടും പഴയപടിയാകാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. ഏത് സ്ഥലത്ത് കൊണ്ട് ഇരുത്തേലും ആ സ്ഥലത്തോട് പൊരുത്തപ്പെടാൻ ഞാൻ മാക്സിമം നോക്കും. ഏത് സാഹചര്യത്തിലെയും ഞാൻ എങ്ങനെയെങ്കിലും അവിടെ ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ചെല്ലുന്നിടത്തൊരു കൂട്ടുണ്ട്. എപ്പോഴും ഒരു കൂട്ടുകാർ, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അടുത്ത് എന്നും സ്ഥിരമായ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരോ ലീഡി വെച്ചാലും ഞങ്ങൾ സെറ്റാവും. എന്നെ മനസ്സിലാക്കി കുറേ ഫ്രണ്ട്സിൻ്റെ നടുക്കാണ് ഞാൻ എപ്പോഴും ഉള്ളത്. ആൾക്കാരും എല്ലാം അങ്ങനെ തന്നെ. ഭയങ്കര വിട്ടുവീഴ്ച ആരെ പറ്റിക്കണമെന്ന് ഒരു ചിന്താഗതി ഇരുന്ന സ്ത്രീയാണ് ഞാൻ. സ്ട്രെയിറ്റായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഒരു കള്ളവും ചതിയും ഒന്നും ചെയ്ത സ്ത്രീയാണ്. ഞാൻ ഇന്നത്തെ കള്ളങ്ങൾ പറയാറുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് കള്ളം പറയുന്നത്? നമ്മളൊരു കള്ളം പറഞ്ഞാൽ പിന്നീട് ഒരിക്കൽ നമ്മൾ സത്യം പറയും. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്, അവരത് പൊക്കിക്കൊണ്ട് വരും. നിങ്ങൾ അന്ന് കള്ളം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞോട്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ നാച്ചുറലായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നെ അംഗീകരിക്കുക, ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. നിങ്ങളുടെ മനസ്സിലൊരു ഇടവും തന്നിരിക്കുന്നത്. ഞാനൊക്കെ അപ്പോൾ ഈ ജോലിയുടെ കാര്യം വന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ മാത്രം എനിക്ക് വന്നാൽ മതി. അപ്പോൾ എന്നെ മനസ്സിലാക്കിയവരാണ്. അവർക്കായിരിക്കും എന്നെ വിശ്വാസവും ഇഷ്ടവും സ്നേഹവും ഒക്കെ. അവർ മാത്രം വന്നാൽ മതി. പുറത്തുള്ളവർ ആരും വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രം വന്നാൽ മതി. അല്ലാത്തവർ കാണണമെന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് ട്രാവൽസിലൊക്കെ കൊടുക്കുന്ന വേക്കൻസിയാണ്. ആ വേക്കൻസി എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഉള്ളൊരു പിടിപാട് മൂലമാണ് എന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്കിത് എൻ്റെ സമയം മെനക്കെടുത്തി ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. പിന്നെ ചില കമ്പനികളെല്ലാം വിസയും ടിക്കറ്റും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കമ്പനികളെല്ലാം അങ്ങനെ കൊടുക്കും. അപൂർവം ചില കമ്പനികൾ മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ചിലത് എന്തെങ്കിലും കുറച്ച് ഫീസൊക്കെ വാങ്ങും. കാരണം ഇതുകൊണ്ട് അവർക്ക് നേട്ടമുണ്ട്. പിന്നെ ഇത് ചെയ്യുന്നവരുടെ സമയവും നഷ്ടപ്പെടുത്തി അവരൊരുപാട് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ജീവിതം അവർക്കും ജീവിക്കണ്ടേ. അതിൻ്റെ സമയമല്ലേ കളയുന്നത്. അന്ന് പറഞ്ഞ പോലെയാണ് എനിക്കും ഇങ്ങനൊരു വേക്കൻസി നിങ്ങളുടെ മുമ്പിൽ എത്തും. അത് ജെനുവിൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിൻ്റെ ഫീസുണ്ട്. പിന്നെ എല്ലാവരും ആവശ്യമില്ലാത്ത ആൾ, പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ലാത്ത ആളുകൾ വെറുതെ ഒരു തമാശയ്ക്ക് കയറി വന്നിട്ട് ഓരോന്നും ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ സമയമില്ല.
അതുകൊണ്ട് തന്നെയാണ് ചക്കരകളെ ഞാൻ അതിനായിട്ട് ഈ ഫീസ് മേടിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ഫീസ് മേടിച്ചിട്ട് ഞാൻ ജെനുവിൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരാളെ എൻ്റെ ഹസ്ബൻഡ് ഒരു വിസ തന്നിട്ട് അതിൽ കയറിപ്പോകാതിരിക്കുകയോ അല്ല ജോലിയില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വെട്ടിപ്പോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ നേരെ കംപ്ലൈൻറ്റ് പറയാം. അത് ചെയ്യാത്തത്രയും കാലം ഞാൻ ജെനുവിനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്നെ വെച്ച് പോകുന്നൊരാൾക്ക് ആർക്കും എന്നെ പറയാൻ അവകാശമില്ല. നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം കേട്ടോ ഇതിന്. അപ്പോൾ ഒരു സ്ത്രീ ഇന്നലെ രാത്രി വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. എൻ്റെ അടുത്ത് അങ്ങനത്തെ ഭീഷണികളൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു കള്ളൻ്റെ അടിയിൽ കൂടെ പോയി എന്താ പറയുക വീഡിയോ കാണാതിരിക്കുക എൻ്റെ അമ്മുക്കള്ളൻ. അപ്പോൾ ഞാൻ ഒരു വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. എൻ്റെ സൈബർ സെല്ലിൽ എൻ്റെ വാപ്പാൻ്റെ അനിയൻ്റെ മക്കളുണ്ട്, അവരോട് പറയും ഫീസ് മേടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നത്. എടാ ചക്കരകളെ ഇവിടെ പെയ്ഡാക്കിയിട്ട് വൃത്തികേട് കാണിച്ച് പെയ്ഡ് ചാനൽ, ഞാൻ ആരാണെന്ന് പേരെടുത്ത് പറയുന്നില്ല, എത്ര ആണുങ്ങൾ അതിനകത്ത് കയറി മരിക്കുവാണ്. കമൻറ്റ് കാണാം. ഞാൻ വെറുതെ ഒരു ദിവസം പെയ്ഡിട്ട് കയറി നോക്കി എന്താ കാണിക്കുന്നതെന്ന്. എൻ്റെ ദൈവമേ വൾഗാരിറ്റി കാണിക്കുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിന് പെയ്ഡ് മേടിച്ച് കയറിക്കോളാൻ. ഇതൊരു സ്ത്രീയാണ്. ഞാൻ മാന്യമായി പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇത് മണി ചെയിൻ ഒന്നുമല്ല, ആരെയും പറഞ്ഞു തട്ടിക്കാനൊന്നും അല്ലല്ലോ. ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസ തരണം, ഒരു നിർബന്ധമില്ല ഇതിനകത്ത് വരണമെന്ന്. ഇഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു നിസാരം ഇതിനകത്ത് കയറാൻ ടോക്കൺ പോലൊരു ഫീസേ ഞാൻ വാങ്ങുന്നുള്ളൂ. അപ്പോൾ അതും വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല. നിങ്ങൾ പറയുന്നതിന് ചോദിക്കുന്നതിന് ആൻസർ തരാനും നിങ്ങളുടെ പാസ്പോർട്ടും CV അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ എനിക്കെന്താ, ഞാനെന്തിനാ ഇത്, ഞാനൊരു ധർമ്മത്തിന് ഇരിക്കുന്നത്. എനിക്ക് സമയമില്ല അങ്ങനെ ചെയ്യാൻ. എൻ്റെ കുടുംബം പോയിട്ടില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കണം, എൻ്റെ മക്കളുടെ കാര്യം നോക്കണം. എൻ്റെ മക്കളൊന്നും കറക്റ്റ് ലെവലിൽ എത്തിയിട്ടില്ല, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം. എന്നെ ആശ്രയിച്ചാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. പിന്നെ നിങ്ങളപ്പോൾ പറയും ബോബനില്ലേന്ന്, ബോബൻ്റെ ഭാര്യയാണ് ഞാൻ. എൻ്റെ കാര്യം ബോബൻ നോക്കുമായിരിക്കും, എൻ്റെ മക്കളുടെ കാര്യമൊന്നും ബോബൻ നോക്കത്തില്ല. എൻ്റെ മക്കളുടെ എല്ലാ കാര്യവും ഞാൻ അദ്ദേഹം നോക്കാൻ പറഞ്ഞത് ശരിയാണ് അല്ല, എൻ്റെ മക്കളുടെ കാര്യം ഞാനാണ് നോക്കേണ്ടത്. എൻ്റെ മക്കൾക്ക് എൻ്റെ അമ്മുക്കുട്ടനാന്ന് പറഞ്ഞേടി നിങ്ങളുടെ കാര്യം ഞാനാണോ നോക്കുന്നത്, അതോ പപ്പയാണോ നോക്കുന്നത്? എൻ്റെ മകളെ വല്ലയിടത്തും പിടിച്ചേൽപ്പിക്കുന്നത് വരെ, ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ എൻ്റെ മകളുടെ എല്ലാ കാര്യവും ഞാനാണ് നോക്കേണ്ടത്. വിദ്യാഭ്യാസം, വസ്ത്രം, ഭക്ഷണം, മരുന്ന്, പിന്നെ ഞങ്ങൾ യാത്ര ചെയ്യുന്നതിന് ഞങ്ങളിടുന്ന വസ്ത്രം, എല്ലാത്തിനും ഞങ്ങൾ അതിനുള്ള പൈസയാണ് ഞാൻ യൂട്യൂബിലൂടെയും കഷ്ടപ്പെട്ട് വായിട്ടലച്ചാണ് ചെയ്യുന്നത്. വെറുതെ ഇരിക്കുമല്ല. പലതും വേറെ പല മാർഗ്ഗങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഇതിനകത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. പലതും എനിക്ക് കാശുണ്ടാക്കാനുള്ള പല വസ്ത്രത്തിൻ്റെ കാര്യം ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാൻ ലോക്കറ്റിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുമല്ല. ഞാനല്ലേ നിങ്ങളെയും ആഹ്വാനം ചെയ്ത് നിങ്ങളും എന്തെങ്കിലും എന്ത് ചെയ്താലും അതിന് പ്രതിഫലം മേടിച്ചിരിക്കണം. ഞാൻ നിങ്ങളോട് നമുക്ക് അറിഞ്ഞ ഈ പറയുന്ന ആളുകൾ ജോലിയും കിട്ടി, ഞാനിപ്പോൾ ഇതിനകത്ത് വന്നിട്ട് അവർ ജോലിയും കിട്ടി അങ്ങ് പോകും. നമ്മളൊരു നന്ദി പോലും പറയത്തില്ല. പിന്നെ അവർ നമ്മളെ അറിയത്തുമില്ല, വിളിക്കത്തുമില്ല. നമ്മൾ ചെയ്തു കൊടുത്ത് പിന്നെ എന്തിനാ അങ്ങനെ? ആരോട് നമുക്ക് കടപ്പാടില്ലല്ലോ. നമ്മൾ ചെയ്തിട്ട് നമ്മുടെ വേതനം മേടിക്കുക. അത് ഏത് പണിയിലാണല്ലോ, ഇതൊരു പണിയാണ്. ഞാൻ എൻ്റെ സമയം മെനക്കെട്ടി ആണ് അമ്മക്കുട്ട എന്തെല്ലാം കാര്യമാണ് ചെയ്യുന്നത്. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ആൻസർ കൊടുക്കണം. ചിലർ പാസ്പോർട്ട് പോലും എടുക്കാതെ ബുദ്ധിമുട്ടിക്കാൻ വരികയാണ്. അവർ പാസ്പോർട്ട് എടുക്കണം, ചെയ്യണം, എന്ത് ചെയ്യണം ചേച്ചി, എന്തൊക്കെ വെക്കണം ചേച്ചി, ആർത്ത് കൊടുക്കണം ചേച്ചി, ഇതൊക്കെ ആൻസർ പറയാൻ എനിക്ക് സമയമില്ല. ഞാൻ ഭയങ്കര ബിസി ഷെഡ്യൂളിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. ഇന്നലെ ആലപ്പുഴ പോയിട്ട് പോലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാരേജ് ബ്യൂറോയിൽ ഒരുപാട് പേർക്ക് ഇനി കല്യാണം കൊടുക്കാനുണ്ട്. ഒരു മാച്ച് കിട്ടാത്തപ്പോൾ ഞാൻ ആളുകളെ വിളിച്ച് അന്വേഷിക്കുക, മാച്ച് ഈ പയ്യനൊരു മാച്ച് വേണം. ഞാൻ പുറത്തും അന്വേഷിക്കുകയാണ്. എൻ്റെ മാരേജ് ബ്യൂറോയിൽ വരുന്നവരല്ലാതെ പുറത്തും കൂടെ ഒത്തിരി പേര് സെക്കൻഡ് മാരേജ് വന്ന് കിടക്കുന്നത്. നിങ്ങൾക്കൊരു മാച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് മാരേജ് തന്നെ അടുത്ത് വന്ന കാര്യങ്ങൾ മാറി. അത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇത്രയ്ക്കുള്ള വിദ്യാഭ്യാസം ഉള്ളൂ. അപ്പോൾ വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതിലൂടെ എനിക്കൊരു വരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ നോക്കുന്നത്. അതിന് തന്നെയാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. ചെറിയ വരുമാനത്തിൽ നിന്നാണെങ്കിലും നമുക്ക് വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ചെറുതിൽ നിന്ന് തന്നെ വലുതാകും. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആദ്യം തന്നെ ചെറുത് കിട്ടുമ്പോൾ അയ്യോ ഇതാണ് ഇഷ്യൂ, എത്ര സമയം കഷ്ടപ്പെടാം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്കിട്ട ക്യാമറ വരാതിരിക്കും അവിടെ നീന്തി പോണ ചക്കരകൾ. അയ്യോ എനിക്ക് വയ്യ. താഴെ കൂടെ അവിടെ പുട്ടുണ്ടാക്കി വെച്ചിട്ട് അടുക്കള ഞാൻ ചെയ്യുന്നത്. അത് പിടിച്ചിട്ട് താഴത്തൂടെ നീന്തി പോകുന്നത് അതുകൊണ്ട് എനിക്ക് ചിരി വന്നു പോയി. അപ്പോൾ എൻ്റെ സമയം എന്നെ കിടന്നപ്പോൾ എനിക്ക് പൈസ വേണം ചക്കരകൾ. അതിനകത്തിന് നമ്മുടെ അധ്വാനിക്കുന്നതിൻ്റെ ഫലം ചോദിക്കാതെ ഒരാളും തരത്തില്ല. നിങ്ങളത് ചിന്തിച്ച് നോക്ക്. ശരിയാണല്ലേ? നമ്മൾ ഓസിക്കൊന്ന് ചെയ്ത എല്ലാവരും നമ്മളിനി ഓസിക്ക് എന്ത് കൊടുത്താലും കൊടുത്ത കൈക്ക് അടി മേടിക്കത്തേ ഉള്ളൂ. ഞാനത് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ. നന്മ, ദാനവും ധർമ്മവും മനസാക്ഷിയൊക്കെ ഉള്ള സ്ത്രീയാണ് ഞാൻ. അത് കൊടുക്കേണ്ടിടത്തും കാണിക്കേണ്ടിടത്തും 100 മേനി കാണിക്കുന്ന സ്ത്രീയാണ് ഞാൻ. എന്നെ ഒരാൾ പോലും കുറ്റം പറയത്തില്ല ആ കാര്യത്തിൽ.
അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ആ സ്ത്രീയുടെ ഒരു വോയിസ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അത് എന്നെയാണ് ഭീഷണിപ്പെടുത്തുന്നതെന്ന് ആലോചിക്കണം. ഈ ലോകത്ത് സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ അല്ലാതെ ഒരാളെ എനിക്ക് ഭയമില്ല ചക്കരകളെ. എന്നെ ഇനി പിടിച്ചോണ്ട് ജയിലിലിട്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവിടെ പോയി കിടന്നിട്ട് ജാമ്യം മേടിച്ച് വരും. ഇതൊക്കെ തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്ക് ജീവിക്കാനുള്ള നല്ല മാർഗങ്ങൾ ഞാൻ കണ്ടെത്തി ജീവിക്കും. അതിന് ആരെയും പിടിച്ചു പറിക്കത്തൊന്നുമില്ല. ആരെയും ബലമായി ഇതെനിക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ളവർ വന്നാൽ മതി. എൻ്റെ അടുത്ത് വരുന്നവർക്ക് ജോലി കിട്ടിയിരിക്കും. ജോലി കിട്ടിയിട്ട് ഇനിയൊരു പരിപാടിയുണ്ട്. ഞാൻ എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്ത് ഇതിനകത്തിടും. കാരണം വെച്ചാൽ ആളുകൾ കാണണമല്ലോ ഞാൻ ആരെയൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന്, എവിടെ ജോലി ചെയ്യുന്നു എല്ലാം ഞാൻ കാണിച്ചു കൊടുക്കും കേട്ടോ. അതിന് സന്നദ്ധതയുള്ളവർ വന്നാൽ മതി. പിന്നെ എനിക്ക് ഉണ്ടാകണ്ടേ ഒരു പേരും സൽപ്പേരും പ്രശസ്തിയൊക്കെ, അതുണ്ടാകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു മോശം പേര് എനിക്ക് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം ചക്കരകളെ ഈ വീഡിയോയിൽ ഇവർ വളരെ ശബ്ദം താഴ്ത്തി എന്നെ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടോണേ. അല്ല, ഇതുവരെ ഇങ്ങനെ ഒരു ജോബിന് പൈസ വാങ്ങിക്കില്ല, ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ എൻ്റെ പാപ്പാൻ്റെ അച്ഛൻ്റെ മക്കള് സൈബർ സെല്ലിലാണ്. നിങ്ങൾ ഈ പറഞ്ഞ വോയിസൊക്കെ ഞാൻ അയച്ചു കൊടുത്താൽ നിങ്ങൾക്കല്ലേ പണി കിട്ടുക? 8ൻ്റെ പണി കിട്ടുമല്ലേ? ഇന്ന ആൾക്കാരോട് ഇത്ര പൈസ വാങ്ങുന്നുണ്ട്. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തിനാണ് പൈസ വാങ്ങുന്നത്? അവർക്ക് ജോബിന് നോക്കിയിട്ട് ആ ജോബ് വേണ്ടി എന്ത് ചെയ്യുക, ഇതാക്കി കൊടുക്കുക. എന്തിൻ്റെ അതിന് പൈസ വാങ്ങുക. അല്ലാതെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതിന് പൈസ വാങ്ങുന്നത് അതൊരു ഗ്രൂപ്പിലും ഇല്ല. ഇപ്പം നാളെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും കൂടുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡും. ഞാനാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? കേട്ടാ, ഞാനും എൻ്റെ ഹസ്ബൻഡും കുടുങ്ങുമെന്ന്. പിന്നെ ഞങ്ങൾ വിസ കച്ചവടം നടത്തി കാശ് മേടിക്കുമല്ലേ. ഞങ്ങളടുത്ത് വന്ന് ഗ്രൂപ്പിൽ ചേർന്നെങ്കിലവർക്ക് മാത്രമേ ഞങ്ങൾ ജോലിയുടെ കാര്യം കറക്റ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അതിനകത്ത് യാതൊരു തർക്കമില്ല. ഞങ്ങൾ ഓസിക്കിരിക്കുന്നില്ല ഇതൊന്നും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും പൈസ മേടിച്ച് ചെയ്യത്തുള്ളൂ. ഒരു ട്രാവൽസിൽ ചെന്നാലും നിങ്ങൾ പൈസ കൊടുക്കാതെ കയറിപ്പോകാൻ പറ്റത്തില്ല. അത് ജെനുവിനാണോ നിങ്ങൾ വീണ്ടും ചെയ്ത് കിടക്കും. ഞങ്ങൾ പേപ്പർ വരുമ്പോൾ എഗ്രിമെൻറ്റ് പേപ്പർ, ഇപ്പം വിസയൊക്കെ ഞങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഞങ്ങളത് തരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഗവൺമെൻറ് അതോറിറ്റിയിലൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട്, അല്ലാതെ ഇവിടുന്ന് ഇപ്പോൾ പഴയ പോലെ വെട്ടിപ്പൂടെ ഇപ്പം നടക്കത്തില്ല ചക്കരകൾ. ആ കാലമൊക്കെ കഴിഞ്ഞ് ഇത് ഡിജിറ്റൽ യുഗമാണ് കേട്ടോ. അങ്ങനെ വേർന്നേറിയ ആളുകൾ വെട്ടിലും വീഴത്തില്ല. അപ്പോൾ എനിക്കൊരു ഇതിനകത്ത് ഈ ജോബ് അറിയണമെങ്കിൽ ഇതിനൊരു പ്രവേശന ഫീസ് തരാതെ ഞാനിതിനകത്ത് അല്ലെ ഞാനൊക്കെ നിർത്തിയേക്കും. ഇതിനകത്ത് കയറ്റത്തില്ല, അത് ഉറപ്പായ കാര്യമാണ്. ഇതൊക്കെയാണ് ചക്കരകളെ എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ പറ, ഇതിനൊരു മറുപടി പറ. അപ്പോൾ ഒരു 10 പേർക്ക് ജോലി കിട്ടുന്നത്, നല്ല കാര്യം ചെയ്യുന്നത് ചെയ്യരുതെന്ന്, ചെയ്യിപ്പിക്കത്തില്ലെന്ന്, അത് ശരിയായ നയമാണ്. ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ, നിങ്ങൾ ഗ്രൂപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ആൻസർ തരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ജോലികളുടെ വേക്കൻസികൾ ജെനുവിനായിട്ടുള്ളത് ഇട്ട് തരുന്നുണ്ട്. ഞാൻ പണിയെടുക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. ഭർത്താവ് എഞ്ചിനീയറാണ് ബേസിക്കലി. അദ്ദേഹം അവിടുത്തെ ജോലിയും സ്പോൺസറിനാണ് ഈ കമ്പനി ഉള്ളത്, കൺസൾട്ടൻസി. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ഈ വേക്കൻസി ഇതിനകത്ത് ഇട്ട് തരുന്നത്. അപ്പം ഞങ്ങൾക്കും 10 രൂപ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, മനസ്സിലായ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിന് തന്നെയാണ് എനിക്ക് ജീവിക്കണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിനാരെയും പിടിച്ചു പറിക്കുന്നു, കൊല്ലുന്നു, കക്കുന്നു, കള്ളം പറയുന്നു ഒന്നുമില്ല. ജെനുവിനായതുകൊണ്ടാണ് ഞാനിത് ജെനുവിനായി നിങ്ങളോട് വന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് 8ൻ്റെ പണി കിട്ടുമെന്ന്, എനിക്ക് ഒരു പണിയും കിട്ടത്തില്ല. കാരണം ഞാൻ ആരെയും ചതിക്കാത്ത സ്ത്രീയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പണിയും കിട്ടത്തില്ല. ഞാൻ ഒരു കടം മേടിച്ചാൽ പോലും കൃത്യസമയത്ത് കൊടുക്കുന്നവളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്കിതൊരു വിഷയമല്ല കേട്ടാ. പിന്നെ മാരേജ് ബ്യൂറോയിലൊക്കെ ചിലപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരും. അത് കാരണം എന്ന് വെച്ചാൽ 3 4 കെട്ടിയവന്മാർ ഇങ്ങോട്ട് വന്നേച്ചും പിന്നെ പെണ്ണ് ചോദിച്ചാൽ എൻ്റെ അടുത്തില്ല. അവർക്ക് പലർക്കും എന്നോട് വൈരാഗ്യമുണ്ട്. ഞാൻ നല്ല ഒന്നതിരക്ക് അട്ടയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ 2 3 5 10 ആലോചനയൊക്കെ എടുത്ത് വെച്ച് പിന്നെയും പൈസ എന്ന് വെച്ചാൽ ചിലർക്കൊന്നും ഞാൻ കൊടുക്കാറില്ല. ഒരു ആലോചന പോലും കൊടുക്കാതെ എൻ്റെ ഭാഗത്തൊന്നും ഒരു സഹകരണം ഇല്ലാതെ. പിന്നെ ചിലർക്ക് ചില ആലോചന കിട്ടുന്നില്ല, അവരെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ആദ്യം പെൺകുട്ടികൾക്ക് കൊടുക്കും. അവരൊരു റിപ്ലൈ തന്നാലെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ കൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് നല്ല ഡ്രസ്സിങ്ങിൽ വാന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഒരു യൂട്യൂബറൊന്നും ഇല്ല. ഒരു മാരേജ് ബ്യൂറോയിൽ ഇങ്ങനെ കുറച്ച് നടക്കാത്ത കല്യാണത്തിൽ എൻ്റെ അടുത്ത് എല്ലാവരുടെയും മറ്റ് മാരേജ് ബ്യൂറോയിൽ പോയിട്ട് വന്ന ആളുകളുടെ എല്ലാം അവരെന്നോട് പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും 25,000 50,000 1 ലക്ഷം ഒക്കെ പോയവരാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ വെറും തുച്ഛമായ ഒരു ഫീസിലാണ്, എനിക്കും ജീവിക്കേണ്ടത് തുച്ഛമായ ഫീസിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇത്ര ലോക്കലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പം എന്നെ പറ്റിക്കാൻ നോക്കിയാൽ ഞാൻ അതും സമ്മതിക്കത്തില്ല. നമ്മൾ ഒട്ടും സാമർഥ്യമില്ലാത്തവരായി പോയാൽ നമ്മളെ ചവിട്ടി തൂക്കും ചക്കരകളെ. ഞാൻ വളരെ സാമർഥ്യമുള്ള സ്ത്രീ തന്നെ. എൻ്റെ ജീവിതത്തിൽ എല്ലാ സാമർഥ്യവും കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ തളർന്നും തകർന്നും മാറിപ്പോയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ഈ ഭൂമിയുടെ അടിയിൽ പോയേനെ. ഞാൻ ഒന്നും കണ്ട പരിഭ്രമിക്കുന്ന സ്ത്രീയല്ല. എന്നെ അങ്ങനെ പേടിപ്പിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ഏത് സൈബർ സെല്ലുകാർ വന്നാലും ധൈര്യമായിട്ട് വരെ എൻ്റെ കയ്യിൽ ആൻസറുണ്ട്. എത്രയോ പേര് പെയ്ഡ് ചാനലിനകത്ത് നടത്തുന്നു, മോശം കാര്യങ്ങൾ ചെയ്തിട്ട് സമൂഹത്തിന് ഒരു നന്മയില്ലാത്ത കാര്യം ചെയ്ത് പിഴപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഇവിടെ പൈസ ഉണ്ടാക്കുന്നു. സിംഗിൾ ബോബൻ അങ്ങനെ ചെയ്യുന്നില്ല. നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്, നല്ല പ്രചോദനങ്ങൾ കൊടുക്കുന്നത്. ഓരോ സ്ത്രീകളും എങ്ങനെ സ്വന്തം കാലം നിൽക്കണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാം നന്മയുള്ള കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഞാനായിട്ട് കാണിച്ചു കൊടുക്കുക എന്തൊക്കെ ചെയ്ത് നമുക്ക് പണം ഉണ്ടാക്കാമെന്ന് പോലും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞ ചിലരത് ഇവിടെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചിലരുണ്ട്. എന്തെങ്കിലും ചെയ്താൽ അതേപോലെ പോയി കോപ്പി അടിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ കോപ്പി അടിക്കൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്താ പറയുക, എനിക്ക് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ എനിക്കൊരു ഭീഷണിയായിട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. നമ്മുടെ കൂടെ നിന്ന് വെച്ച് നമുക്കെതിരെ അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ തകർന്നു പോകും ദൈവമേ. അപ്പം അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും ഇല്ലേ. ഞാനും അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ. പിന്നെ ഇച്ചിരി ധൈര്യം എനിക്ക് കൂടുതലാണ് എല്ലാ കാര്യത്തിലും. ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാൻ പോകുന്ന ഒരാളാണ്. ചക്കരകളെ നിങ്ങളും അങ്ങനെ ആയിരിക്കണം. നമ്മളെ ആരെങ്കിലും തകർക്കാനോ പിന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ചവിട്ടാനോ നോക്കിയാൽ അങ്ങനെ വീണ് കൊടുക്കരുത്. വീണാൽ അപ്പം തന്നെ എഴുന്നേറ്റോണം. നമ്മളെ വീണ് കൊടുക്കാൻ നമ്മൾ നിന്നാൽ നമ്മളെ വീഴിക്കാനേ ആളുകൾ കാണത്തുള്ളൂ. നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, എവിടെയും നമുക്ക് തലയുർത്തി പിടിച്ച് നിൽക്കാൻ പറ്റും. ഞാൻ നന്നായി ഈശ്വര പ്രാർത്ഥനയും നന്നായിട്ട് വീട്ടുകാര്യങ്ങൾ നോക്കുന്ന നല്ല അമ്മയും നല്ല ഭാര്യയും നല്ല സമൂഹത്തിലൊരു വ്യക്തിയും എല്ലാമാണ്. എനിക്കിത് ചെയ്യുന്നതിന് ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ പൈസ മേടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ കൗൺസിലിംഗ് പഠിച്ചിട്ടല്ല. പക്ഷേ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ ചേച്ചി എനിക്ക് മതി, അപ്പം എൻ്റെ വിലപ്പെട്ട സമയമുള്ള ചേച്ചിക്ക് ഞാൻ ഫീസ് തരാം എന്നും പറഞ്ഞ് വരുന്നവരുണ്ട്. അപ്പോൾ അവരെ ആദ്യം ഒരു കൗൺസിലർക്ക് എന്താ ആദ്യം വേണ്ടത്? ഒരാളെ നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കൊന്ന് ഹൃദയം തുറന്ന് പറയാൻ ഒരാളില്ലാഞ്ഞിട്ടായിരിക്കും നമ്മുടെ തൊട്ട് വരുന്നത് അല്ലേ. നമ്മുടെ വിലപ്പെട്ട എനിക്ക് ഒരുപാട് സമയമില്ല. അപ്പോൾ 24 മണിക്കൂർ സത്യം പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകളാണ് ഉറങ്ങുന്നത്. അത്രയ്ക്ക് എനിക്ക് കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്കാണ് ഞാൻ ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുമ്പോൾ ജീവിതാനുഭവങ്ങൾ വെച്ചാണ് ഞാൻ അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവരത് സക്സസ് ആണ്. അവർ ഫ്രീ ആയിട്ട് എൻ്റെ ചേച്ചി നേരത്തെ പരിചയപ്പെടേണ്ടായിരുന്നു, എൻ്റെ ജീവിതം ശരിയായി, ഞാൻ നല്ല മാർഗ്ഗത്തിലായി എന്ന് എത്രയോ പേര് പറയുന്നുണ്ടെന്നാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അവിടെയൊക്കെ പ്രാർത്ഥനയും എൻ്റെ കൂടെയുണ്ട്. ഒത്തിരി പേര് ഞാൻ ചെറിയൊരു ഫീസ് വാങ്ങിക്കൊണ്ട് ചെയ്യുന്നത്, എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ അതിന് കൊടുക്കുന്നില്ലേ. അതിനുവേണ്ടി എനിക്ക് വേണ്ടി അങ്ങനെ എന്തും തരാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. മനസ്സിലായി. അപ്പോൾ എല്ലാ കാലവും നമുക്ക് എല്ലാ സമയവും അനുകൂലമായിരിക്കണമെന്നൊന്നും ഒന്നുമില്ല. നമ്മുടെ ഒരു സമയത്ത് ഇപ്പം എൻ്റെ സമയം വർഷങ്ങൾ ഞാൻ ദുരിതവും കഷ്ടപ്പാടും അനുഭവിച്ചോളാം. ഇപ്പം എനിക്കൊരു ചെറിയ സമയം കിട്ടി, ഞാനതിനെ നന്നായി യൂസ് ചെയ്യുന്നു, വിനിയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ഒരു സമയം കിട്ടും ചക്കരകളെ. എന്നും നമ്മൾ കഷ്ടപ്പാടിലും ദുരിതത്തിലൊന്നും കിടക്കത്തില്ല. നിങ്ങൾ ആ സമയത്തെ ഈ നിരന്തരമായി ഈശ്വര പ്രാർത്ഥനകൾക്ക് ദൈവം കറക്റ്റ് സമയത്ത് ഒരു ബുദ്ധി തന്നിരിക്കും. നമ്മൾ ആ സമയത്തെ വിനിയോഗിക്കുക, നമുക്കായിട്ട് വിനിയോഗിക്കുക കേട്ടോ. സാമ്പത്തിക ഭദ്രതയും സ്വന്തം വരുമാനവും സാമ്പത്തിക ഭദ്രതയും നിലനിൽപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഈ എല്ലാം നമ്മൾക്ക് അനുകൂലമായി വരത്തുള്ളൂ. അല്ലെ പണവും ഇല്ല, ദാരിദ്ര്യവും കടവും കഷ്ടപ്പാടുമായിട്ട് നമ്മൾ ജീവിച്ച സ്വന്തം ബന്ധങ്ങൾ പോലും അകന്നു പോകും. ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ നിലനിൽപ്പാക്കിയാക്കുക കേട്ടോ. അതിന് എന്താ വേണ്ടത്? അടിസ്ഥാന സാമ്പത്തിക ഭദ്രത തന്നെയാണ് വേണ്ടത്. പിന്നെ നമുക്ക് നല്ല സ്ഥിരമായൊരു ഉറച്ച മനസ്സ്. പിന്നെ നമ്മൾ തെറ്റ് ചെയ്യാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കറക്റ്റായിട്ട് എൻ്റെ കുടുംബം എൻ്റെ കൂടെ എല്ലാ സപ്പോർട്ടോടും ഉണ്ട്. എൻ്റെ ബോബൻ, എൻ്റെ മക്കൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അയൽക്കാർ എല്ലാവരും എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് എന്ത് സപ്പോർട്ട് തരാൻ വേണ്ടി ശക്തരായ കൂട്ടുകാരുണ്ട്. അപ്പം ശക്തരായ ബന്ധുമിത്രാദികളുണ്ട്, ശക്തരായ മക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. അത് നിങ്ങളുണ്ട്. എനിക്ക് എല്ലാ ശക്തിയും പകർന്നു തരുന്ന നിങ്ങളുണ്ട്, എന്നെ കേൾക്കുന്ന നിങ്ങളുണ്ട്. ഇങ്ങനെ ആയിരിക്കണം എല്ലാവരും ഒന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിരന്തരമായ കഠിനമായ നന്നായിട്ടുള്ള പ്രാർത്ഥന, നന്നായിട്ടുള്ള പെരുമാറ്റം, എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക. ഞാൻ എൻ്റെ അടുത്ത് ചൂടായാൽ ഞാൻ തിരിച്ച് ചൂടാകും കേട്ടോ. നമ്മളല്ലേ ഇപ്പം അവരെന്നോട് പറഞ്ഞതിനൊക്കെ ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണം നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് നമ്മളെ മാക്സിമം നന്നായിട്ട് നിൽക്കുക. നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ പിന്നെ അവർക്ക് നല്ലത് പെരുമാറി സർട്ടിഫിക്കറ്റ് മേടിക്കണം നിൽക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടല്ലോ ചക്കരകളെ. സന്തോഷമായിട്ടിരിക്കലേക്ക് നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇതിനൊരു കമൻറ്റ് ഇടണം. ഞാനൊരു നല്ല കാര്യം ചെയ്ത് 10 പേർക്ക് ഒരു ജോലി കിട്ടിക്കോട്ടെന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നതിനെ എനിക്കിട്ട് പഴിയാൻ വരുന്നു. ഞാൻ വിട്ടുകൊടുക്കില്ല ചക്കരകളെ, ഞാൻ വിട്ടുകൊടുക്കില്ല.
എൻ്റെ ഭഗവാനെ ഒരുക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഞാൻ സദാ ഈശ്വരനെയൊക്കെ വിളിച്ചിരിക്കുന്ന, വ്യവസ്ഥയോടുകൂടി ജീവിക്കുന്ന, എന്നെ ഞാൻ വളരെ അധികം സ്നേഹിക്കുന്ന സ്ത്രീയാണ് ഞാൻ. നിങ്ങളെയും ഞാൻ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരം ഞാൻ എല്ലാവർക്കും ചെയ്യാറുമുണ്ട്. പക്ഷെ എനിക്കും ജീവിക്കണ്ടേ ഇവിടെ? അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. ഞാൻ അടുക്കള നിൽക്കുമായിരുന്നു, അടുക്കള നവീകരിച്ചപ്പോൾ ഇവിടെ വന്നിരുന്നു. ക്രിസ്മസ് അല്ലേ ചക്കരകളെ? ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും കുടുംബമായിട്ട് സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുക, പടക്കം പൊട്ടിക്കുക, പുറത്തൊക്കെ പോകുക, പള്ളിയിൽ പോകാൻ, ക്രിസ്മസ് കരോള് എന്തൊക്കെയുണ്ടല്ലേ, നല്ല രസമായിരിക്കത്തില്ലേ ഇന്നത്തെ രാത്രി. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. ടാറ്റ ബൈ ബൈ.